ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ്. ടീമുണ്ട്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്, നല്ല ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ ഉണ്ട്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന എൻ്റെ ബിസിനസ്സിൽ ഞാൻ എൻ്റെ എഫേർട്സ് എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റിസൾട്ട്, അതിൽ പ്രൗഡായിട്ടുള്ള എല്ലാവരും ഒന്ന് കൈപ്പൊക്കി. ഇന്ന് വരെ നമ്മൾ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, പ്രൗഡല്ലേ നമ്മൾ? ഇന്ന് വരെ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഉറപ്പായിട്ടും നമ്മളതിൽ പ്രൗഡാവണം. പ്രൗഡ് അല്ലെങ്കിൽ നമ്മളൊരു ഗിൽറ്റ് ഫീലിങ്ങിലേക്ക് പോകും. ആ ഗിൽറ്റ് ഫീലിങ്ങിൽ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഷാഫി സാറിൻ്റെ ഫാദർ ക്രിയേറ്റ് ചെയ്തു, ഷാഫി സാർ അതിനെ ഏറ്റവും ഗംഭീരമായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓൺ ചെയ്യുന്നതിൽ, നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രൗഡാവണം. രണ്ട് കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. ഒന്നുകിൽ ബിസിനസ് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ, ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു പുതിയ മെച്യൂരിറ്റിയിൽ എത്തി നിൽക്കുന്നു. ആ മെച്യൂരിറ്റിയെ നമ്മൾ പ്രൗഡായിട്ട് തന്നെ റിസീവ് ചെയ്തിട്ട് ഗെയിം കളിക്കണം. അതല്ലെങ്കിൽ നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് നമുക്ക് പ്രൗഡാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും നമ്മൾ ഗ്യാപ്പ് മൈൻഡ് സെറ്റിലല്ല നിൽക്കേണ്ടത്, ഗെയിൻ മൈൻഡ് സെറ്റിലാണ്. ആ ഗെയിൻ മൈൻഡ് സെറ്റിൽ നിന്നാൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ പ്രൗഡായിട്ടുള്ള ആളുകളൊന്ന് കൈവക്കി. യെസ്. ഇവിടെയാണ് ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം കിടക്കുന്നത്. കാരണം ഇപ്പോൾ പല ആളുകൾക്കും വളരെ പ്രൗഡായിട്ട് കൈപൊക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, ആ ഐഡൻറ്റിറ്റി വച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല.